പഴയകാല ഓർമ്മകളെ എന്നും നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ മലയാളികൾ. അതായത് പോസ്റ്റ് ഓഫീസ്, പഴയ ചെറിയ ചായക്കടകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബെഞ്ച്, ഇങ്ങനെയുള്ള മയിൽക്കുറ്റികൾ, അങ്ങനെ എന്തൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയോ അതെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. നമുക്ക് എന്തൊരു വിദ്യാലോകം അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഞാൻ വിദ്യമണി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അച്ഛൻ്റെ നാട്ടിലറിയപ്പെടുന്ന പേര്. അത് മനുഷ്യർക്ക് പെട്ടെന്നേ ഒരു സുപ്രഭാതം തോന്നിയതാണോ? അതിൽ കുറച്ചു കാലത്ത് ഇതാണ്, പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നിലാ ജയൻ തന്നെയാണ്. ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആ വാക്ക് മതിയാവില്ല ഉപയോഗിക്കാൻ. കാരണം അമ്മാതിരി ആംബിയൻസ്. കൂടെ നല്ല ഫിഷ് ഫ്രൈന് ചിക്കൻ ഫ്രൈൻ്റെ ഒക്കെ മണം കൂടെ അടിക്കുമ്പോൾ എന്താ പറയാ. എന്തുണ്ട്, സുഖം തന്നെ? ഉഷാറ്. നമ്മൾ മെയിൻ ഫോക്കസ് ഫിഷിലല്ലേ? ഫിഷ് ഇതിൽ നമ്മുടെ വരുന്നത് ഏരി എന്ന് പറയും. പിന്നെ ഇത് കാളാഞ്ചി, കരിമീന്, ചെമ്പല്ലി. ഇത് നമ്മൾ ഏത് വേണമെങ്കിൽ ചെയ്തു തരും. കരിമീൻ എന്തൊക്കെ തരം ചെയ്യും നമ്മളിപ്പോ? കരിമീൻ ആണെങ്കിൽ നമുക്ക് പൊള്ളിച്ച് മസാല പൊള്ളിച്ചതുണ്ട്, പിന്നെ നമ്മുടെ കുട്ടനാടൻ സ്റ്റൈൽ പൊള്ളിച്ചതുണ്ട്, പിന്നെ നമുക്ക് ബീഫ് പള്ളിക്കറി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആണ് ആർത്തുങ്കൽ താറാവ് കറി. ഈ ഒരു മന്ദാര ചിക്കറി, പിന്നെ ആർത്തുങ്കൽ താറാവ് കറി എടുക്കാം മസ്റ്റ്. അതിനെന്താ? ആർത്തുങ്കൽ താറാവ് കറി അപ്പം എടുക്കാം. പിന്നെ നമുക്കൊരു പൊള്ളിച്ചെടുക്കാം, നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിൽ പൊള്ളിച്ചെടുക്കാം. ആയിക്കോട്ടെ. നമ്മുടെ സ്പെഷ്യൽ അപ്പത്തിന്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പെടുത്താലോ? ഇതിന്റെ റെസിപ്പി നമ്മൾ പുറത്തു വിടില്ല. ന്യൂ ജനറേഷൻ ഫുഡുകളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മന്തി അങ്ങനെയുള്ളതൊന്നുമില്ല. നാടൻ ഫുഡ് നാടൻ മസാലയിൽ കഴിക്കാൻ ഉള്ള താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന സ്പോട്ടാണ്.